സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട്. കാലാവസ്ഥ മോശമായതിനാൽ കേരള തീരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. രാത്രിയിലെ കനത്ത മഴയ്ക്ക് പിന്നാലെ പമ്പാ നദിയിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ അതീവ ജാഗ്രത. മൂഴിയാർ ഡാം ഉടൻ തുറക്കുമെന്ന് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ്. സുരക്ഷ മുൻനിർത്തി ശബരിമല തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 11 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ കോടതിയിൽ ശക്തമായി എതിർക്കാൻ ഇ ഡി. കഴിഞ്ഞ 65 ദിവസത്തിലധികമായി പ്രതികൾ ജയിലിൽ കഴിയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതന് അവധി നൽകാൻ വഴിയൊരുക്കിയെന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അരുണിമയ്ക്ക് എതിരെയാണ് നടപടി. മന്ത്രി KM ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിയുടെയും എതിർപ്പ് മറികടന്നാണ് അണ്ടർ സെക്രട്ടറി അവധിക്ക് വഴിയൊരുക്കുന്ന മറുപടി കത്ത് നൽകിയത്. ലോക്സഭയും രാജ്യസഭയും ഇന്ന് ചേരും. ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. CJP സമരത്തിനെതിരെയുള്ള ഡൽഹി പോലീസിന്റെ നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടായിരിക്കും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ചു. നവജാത ശിശു മരിച്ചു. 20-കാരി അവിവാഹിതയെന്ന വിവരം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഗ്ലാസ്ഗോയിൽ നടന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി. 39 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാമത്. 171 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികത്തിലാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്.